ഈ അസ്വാതന്ത്ര്യത്തിന്റെ റിഫ്ലക്ഷനാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു പ്രതിബോധമാണ് യഥാർത്ഥത്തിൽ യക്ഷി സങ്കല്പങ്ങളിലൊക്കെ ഉള്ളത്. ഈ അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീകളുടെ ഉയർത്തെഴുന്നേൽപ്പാണ് യഥാർത്ഥത്തിൽ യക്ഷി. അപ്പം നമ്മൾ ആ മിത്തുകളെ അങ്ങനെ വേണം വായിക്കാം. ഇപ്പൊ എൻ്റെ ഈ നോവലിൽ ഒടിയൻ വലിയൊരു കഥാപാത്രമായിട്ട് കടന്നു വരുന്നുണ്ട്. അപ്പൊ ഈ ഒടിയൻ എന്ന് പറയുന്നത് നമ്മൾക്കതൊരു ഒരു മിത്താണ്. അതുപോലെ തന്നെ ഒരു ആഭിചാര കർമ്മത്തിന്റെ പശ്ചാത്തലം അതിനകത്തുണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. ഒരു അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറയാം. ഈ അന്ധവിശ്വാസത്തിന്റെ അകത്ത് ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു ദളിത് ബോധത്തിന്റെ എന്താ ഒരു പ്രതികരണ സ്വഭാവം അതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഒടി എന്ന് പറയുന്ന ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഭയം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒടിയിൽ. അപ്പോൾ പണ്ട് നമുക്കറിയാം പല സ്ഥലങ്ങളിലും ഈ പറയുന്ന പോലെ ഒടിയന്മാരുടെ ഫാമിലിയിലുള്ള ആൾക്കാരോട് ചെറിയൊരു പേടിയും ബഹുമാനവും സവർണന്മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ പലതും കുട്ടയും പട്ടിയെല്ലാം ആയിട്ട് മെടഞ്ഞിട്ട് കാടുകളിൽ നിന്ന് കുന്നിറങ്ങി നാട്ടിൻ പുറത്തേക്ക് വന്നിട്ട് അത് ചന്തയിൽ കൊണ്ടുപോയിട്ടോ വീടുമുറ്റങ്ങളിൽ കൊണ്ടുപോയിട്ടോ വിൽക്കുമ്പോൾ ഇതിന് യാതൊരു തരത്തിലുള്ള ബാർഗൈനിങ് ചെയ്യാതെ അവർ വാങ്ങും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് ശേഷം എന്താണ് ഇവർക്ക് പണി കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ഭയം വളർത്തുന്നതാണ്. ഇപ്പോൾ അതിലുള്ള പിള്ളതൈലം എന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കുന്ന കുഞ്ഞിൻ്റെ ഭ്രൂണം എടുത്തിട്ട് അതിനകത്ത് യോഗഭസ്മം ചേർത്ത് പിന്നെ ആണ് ആ ഒടിയനായിട്ട് മാറുന്ന ആ ഒരു രാസലായനി ഉണ്ടാക്കുന്നത്. ഒടിയെന്ന് പറയുന്നത് ചത്തുപോയ മൃഗങ്ങളുടെ തല ഉണക്കിയെടുത്തിട്ട് അത് സ്റ്റഫ് ചെയ്തിട്ട് അത് തലയിൽ വെച്ചിട്ട് ആൾക്കാരെ പേടിപ്പിക്കുന്ന പരിപാടി. ഇരുട്ടാണല്ലോ പണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒടിയൻ ഇരുട്ടിൽ മാത്രമേ വരൂ എന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തിയായിരിക്കാം. ഇതിന് യാതൊരു തരത്തിലുള്ള മാന്ത്രികത സ്വഭാവമോ മിത്തിക്കൽ സ്വഭാവമോ ഒന്നും ഉണ്ടാവില്ല. തൽക്കാലം പേടിപ്പെടുത്തുക, അതായത് തല്ലുകൊള്ളുന്നത് ആ തല്ലിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരിക്കാം ഇത്. പക്ഷെ നമ്മൾ അതിൽ ആ പിള്ളതൈലം വരുമ്പോൾ മാത്രമേ അതിന് ഭയവും മറ്റു സാധനങ്ങളും ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെയാണ് വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് യക്ഷി പല്ലു ആയിട്ട് പിന്നെ എന്താണ് പിടിച്ചു കൊണ്ടുപോയി മറ്റേ പനയുടെ മുകളിലിട്ടിട്ട് പിന്നെ ചോര കുടിച്ച് പിറ്റേ ദിവസം നോക്കുമ്പോൾ എല്ലും തോലും മാത്രമായിട്ട് ഉപേക്ഷിക്കുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ അവർണന്മാരെ ചവിട്ടിയമർത്തിയതിൻ്റെ അതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അന്ന് സ്ത്രീകളോടും നടത്തിയിട്ടുള്ളത്. നമ്പൂരികളെയാണ് അധികം ഈ യക്ഷി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ ബ്രാഹ്മണന്മാരെയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്കാണല്ലോ മറ്റേ അന്ന് ഈ പരിപാടി മറ്റേ പടവ് കൊടുക്കലും ഈ പറയുന്ന പോലെ സംബന്ധവും സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പോഴാണ് ഇവന്മാരെ ഈ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇങ്ങനെ സംബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ആകെ തകർന്നു പോയ ഒരു സ്ത്രീ ഉണ്ടാക്കിയ ഒരു കഥയായിരിക്കാം ചിലപ്പോൾ ഈ യക്ഷി എന്നൊക്കെ പറയുന്നത്. എൻ്റെ ഒരു പ്രീ ഡിഗ്രി വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ മുക്കാൽ ഭാഗവും ഇരുട്ടായിരുന്നു. ആ ഇരുട്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ കാസർഗോഡ് ഞാൻ പറഞ്ഞില്ല അത്രയും റിമോട്ടായ സ്ഥലത്ത് ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ ആയിട്ട് പഠിക്കുമ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ ലൈറ്റ് വരുന്നത്. അതുവരെ അതായത് കറണ്ട് വരുന്നത് അപ്പോഴാണ്. അപ്പം അതുവരെയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളൊരു 7 മണി 7:30 ആകുമ്പോഴേക്ക് കിടന്നുറങ്ങും. പിന്നെ മുത്തശ്ശൻ്റെ അടുത്തൊക്കെയാണ് ലാമ്പും അങ്ങനെയുള്ള 1-2 കുറച്ചും കൂടി പ്രകാശമുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിളക്കുകളാണ്. ഞങ്ങൾ പഠിച്ചതൊക്കെ ആ വിളക്കിൻ്റെ ചുവട്ടിലിരുന്നിട്ടാണ്. അപ്പം ഈ ഇരുട്ടുണ്ടാക്കുന്ന വല്ലാത്ത ഒരു ഭയം ഉണ്ടല്ലോ, അതുണ്ടാക്കുന്ന ഈ ചെറിയ കുഞ്ഞു വെളിച്ചങ്ങൾ ഉണ്ടാക്കുന്ന വലിയ നിഴലുകൾ, ഇതൊക്കെ ഒരു ഭയങ്കര ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ പോലെ ഹൊറർ സിനിമ പോലെയാണ് എന്നെ ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇരുട്ട് ആണ് നമ്മുടെ ജീവിതത്തെ മുക്കാലും തിന്ന് തീർത്തിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള കഥകൾ എഴുതുമ്പോൾ നമ്മൾക്കത് ഭയങ്കരമായിട്ട് ആ ഇരുട്ട് നമ്മൾ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുകയും അതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ഇതിലേക്ക് കൃത്യമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്.